കുടുംബാംഗങ്ങൾ ഇപ്പോൾ രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഭാരതത്തിലും ഭാരതത്തിൻ്റെ പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുമുള്ള ഭാരതീയർ ഇതൊരു ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടുകയാണ്. ഞാനപ്പോൾ എൻ്റെ സന്ദേശം ഞാൻ 2-3 പഴയ കാര്യങ്ങൾ, വർത്തമാന കാര്യങ്ങൾ, ഇനിയും ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കെ എന്നുള്ള 3ആയിട്ട് ഞാൻ തിരിക്കുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇവിടെ നടന്നത്. ആ 57 ശേഷം ഏതാണ്ട് 90 വർഷം കഴിഞ്ഞിട്ട്, അതായത് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ധാരാളം ഭാരതീയരായ ആൾക്കാർ അവരുടെ ജീവൻ വെടിഞ്ഞ് ഈ രാജ്യം സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിച്ചു. അതൊരു 87 സായുധ കലാപം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും മഹാത്മാഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇതിൻ്റെ സമയത്ത് അഹിംസ മാർഗത്തിൽ കൂടെ സമരം നയിക്കുകയും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഈ ജനഗണമന എന്ന് പറഞ്ഞതിന് ശേഷം ജയ് ഹിന്ദ് എന്ന് നമ്മൾ വിളിച്ചു. ശരിക്കും പറഞ്ഞ ഈ ജയ് ഹിന്ദ് എന്ന വാക്ക് ഇട്ടത് മലയാളിയായ ചെമ്പകരാമൻ പിള്ളയാണ്. നമ്മുടെ ഭൂപ്രകൃതി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തെക്കേ അറ്റമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ അന്നുണ്ടായ പല സംഭവങ്ങളും നമുക്ക് പത്രത്തിൽ കൂടെയൊക്കെ നമ്മൾ അന്ന് അറിഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ജാലിയൻവാല ബാഗ് 1919 നടന്നു. നിരായുധരായ ആൾക്കാരുടെ നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് 100 കണക്കിന് ആൾക്കാരാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിനുശേഷമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുകയും 1942 ക്വിറ്റ് ഇന്ത്യ സമരം സംഘടിപ്പിക്കുകയും 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. നമ്മുടെ കൂടെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതിനുശേഷം 71 പങ്കെടുത്ത കിഴക്കൻ പാകിസ്ഥാൻ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം ആദ്യം 2ആയിട്ട് മോചിച്ചു, പിന്നെ അത് 3ആയി. ഇപ്പോൾ ഈ 3 രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടാള അട്ടിമറി അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ പല പ്രാവശ്യമായിട്ട് പട്ടാളം അധികാരത്തിലേക്ക് കയറുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ഈ അടുത്തിടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കരകയറുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഒത്തൊരുമ അത് ഭയങ്കരമായിട്ടുണ്ട്. ജാതി മത വർഗ ഭേദമില്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി, അതാണ് ഭാരതമാത കീ ജയ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു മാതാവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുകയാണ്. പിന്നെ 3-4 പേരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നിയത്, അതിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളത്ര സാമ്പത്തികമായിട്ടോ സൈനികപരമായിട്ടോ നമ്മളൊന്നും അത്ര മുന്നിലൊന്നും ആയിരുന്നില്ല. അന്ന് ഇവിടെ ഒരു ഹരിത വിപ്ലവം, അതിന് നേതൃത്വം കൊടുത്തത് മലയാളിയായ MS സ്വാമിനാഥനാണ്. അതിനുശേഷം ധവള വിപ്ലവം, അതായത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ MS സ്വാമിനാഥന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം ഈ 4 അവാർഡുകൾ, കുട്ടനാട്ടുകാരനാണ്, മങ്കമ്പുകാരനാണ്. വർഗീസ് കുര്യനും അതുപോലെ തന്നെ പത്മവിഭൂഷൺ വരെ കിട്ടി. അദ്ദേഹം അമൂൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ആ ബ്രാൻഡ് ഇപ്പോഴും അമൂൽ എന്ന് പറയുന്നത് നമുക്കൊരു പ്രയോജനം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ശ്രീധരൻ, അദ്ദേഹം മെട്രോമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഡൽഹി മെട്രോ, അത് കഴിഞ്ഞ് കൊച്ചിൻ മെട്രോ, കൊങ്കൺ പാത, അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് അദ്ദേഹം നടപ്പിലാക്കാൻ മുൻപിട്ടു. പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അബ്ദുൽ കലാം, അദ്ദേഹം മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം പുള്ളി തിരുവനന്തപുരത്താണ് കൂടുതൽ കാലം പ്രവർത്തിച്ചത്. ഇവരെല്ലാവരും തന്നെ സാധാരണ കുടുംബത്തിൽ പിറന്ന് അധ്വാനിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതിൽ MS സ്വാമിനാഥൻ കേംബ്രിഡ്ജിലാണ് റിസർച്ച് ചെയ്തത്. വർഗീസ് കുര്യനാണെങ്കിൽ മിച്ചിഗൺ യൂണിവേഴ്സിറ്റി അമേരിക്കയിലാണ്
റിസർച്ച് ചെയ്തു. അപ്പോൾ അന്നത്തെ കാലമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് ഭക്ഷ്യത്തിൻ്റെ കാര്യത്തിലായാലും പാലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിന് ഒരു തീരുമാനമുണ്ടാക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ എടുക്കുമ്പം ഇന്നിപ്പം എന്താ പറയുന്നത്, നമ്മൾ ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര, ഞരമ്പുകളിൽ എന്ന് വള്ളത്തോള് പാടി. പക്ഷേ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ കേരളമെന്ന് കേട്ടാൽ എന്താ പറയുന്നത്, തിളക്കണം MDMA ഞരമ്പുകളിൽ എന്നുള്ള കണ്ടീഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാൻ തന്നെ എനിക്ക് പറയാൻ അതിയായ വിഷമമുണ്ട്. ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് 2 കുട്ടികളെ പിടിച്ചു. ഓരോ സ്ഥാപനത്തിലും നമ്മൾ ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ഈ അടുത്ത തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പം മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ മാതാവിനെയും വേണ്ട, പിതാവിനെയും വേണ്ട, ഗുരുവിനെയും വേണ്ട, ദൈവത്തിനെയും വേണ്ട എന്നുള്ള കണ്ടീഷനിലോട്ട് വരികയാണ്. അപ്പോൾ പഴയ ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പം വായന കുറവാണ്. ഇപ്പം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം വായിക്കുക അതുമില്ല, TV കാണുക അതും കുറവാണ്. എല്ലാവരും മൊബൈലാണ്, ഞാനും മൊബൈലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെ ആയിപ്പോയി. എന്നിരുന്നാൽ തന്നെയും ഒരു യോജിച്ച ഒരു പ്രവർത്തനം, എല്ലാത്തിൻ്റെയും പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു യോജിപ്പാണ്. ആ യോജിപ്പും നല്ല അതായത് 35 കോടിയോളം ഈ ചെറുപ്പക്കാരുള്ള രാജ്യമാണ്. അമേരിക്കയുടെ അത്രയും പോപ്പുലേഷൻ ഇവിടെ ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ 7 ഇരട്ടി വിസ്തൃതിയുണ്ട് അമേരിക്ക എന്നുള്ള രാജ്യം. അപ്പോൾ അത് നോക്കുമ്പം ഏതാണ്ട് UPയുടെ അത്രയും പോപ്പുലേഷൻ ഉണ്ട് അമേരിക്ക. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനാണെങ്കിലും നമ്മുടെ യുവാക്കളാണ്. അപ്പോൾ അവരെ നേർവഴിക്ക് നയിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. നല്ലൊരു ഭാവി ഈ പുതിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടാകട്ടെ. 1971 വാറിൽ പങ്കെടുത്ത തോമസ് ചേട്ടൻ, ഞാൻ ഇടയ്ക്കിങ്ങനെ ചോദിക്കും, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പം അതിന് മോചിപ്പിക്കാൻ നമ്മുടെ ലാറ കുടുംബത്തിലെ തോമസ് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ തോമസ് ചേട്ടൻ്റെ പ്രായം ഞാൻ ചോദിക്കുന്നില്ല, അന്നൊരു 30 വയസ്സാണെങ്കിൽ ഇപ്പോൾ ഒരു ഉണ്ടോ? അപ്പോൾ ഞാനത് ഇന്ന് ആലോചിച്ച് അന്നിപ്പോൾ ഒരു 30 വയസ്സ് കാണുമെന്ന്. ഏതായാലും നമുക്ക് അതിലും അഭിമാനിക്കാം. ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.